ഒക്ടോബർ 4. പ്രിയ സഹോദരങ്ങളെ, മാനവകുലത്തിന് പൊതുവായും കത്തോലിക്ക ലോകത്തിന് പ്രത്യേകമായും ആധ്യാത്മിക രംഗത്ത് വലിയൊരു വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുകയും ആ വിപ്ലവം സ്വന്തം ജീവിതത്തിൽ വിജയപ്രദമായി പൂർത്തീകരിക്കാൻ ഇടവരുത്തുകയും ചെയ്ത 45-കാരനായിട്ടുള്ള ഒരു യുവ വിപ്ലവകാരിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക, ഹ്രസ്വമായും ലളിതമായും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് സുവിശേഷ പ്രഘോഷണം കൊണ്ട് ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇറ്റലിയിലെ അസീസി പട്ടണത്തിൽ 1181 കുടുംബത്തിലെ മൂത്ത പുത്രൻ എന്ന നിലയിൽ സാമാന്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ പിറന്നു വീണ ഫ്രാൻസിസ് ആണ് ആ യുവ വിപ്ലവകാരി. അദ്ദേഹത്തിന്റെ പിതാവ് പീറ്റർ ബെർണാഡ് ഒരു പട്ട് വ്യവസായിയായിരുന്നു. ജീവിതം മുഴുവനെയും വ്യവസായം എന്ന രീതിയിൽ നോക്കിക്കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പീറ്റർ ബെർണാഡ്. കച്ചവടത്തിന്റെ ഒരു കണ്ണായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലും നിയന്ത്രണത്തിലും വളർന്നു വന്ന മൂത്ത മകൻ സ്വാഭാവികമായിട്ടും പിതാവിനെ പോലെ തന്നെ കച്ചവട കണ്ണോടുകൂടിയാണ് ചെറുപ്പത്തിൽ വളർന്നു വന്നത്. പീറ്റർ ബെർണാഡിന് കച്ചവടത്തിന്റെ മനസ്സാണ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പാവപ്പെട്ട വ്യക്തികളോട് സഹജീവികളോടുള്ള കാരുണ്യവും കരുതലും ഒന്നും പീറ്റർ ബെർണാഡിന്റെ നിഘണ്ടുവില് ഇല്ലായിരുന്നു എന്ന് വേണമെന്ന് പറയാം. ഫ്രാൻസിസിന്റെ നിഘണ്ടുവിലും അപ്പനെ പോലെ തന്നെ അതൊന്നും ഉണ്ടായിരുന്നില്ല. എന്തിനും ഏതിനും സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന രീതിയിലുള്ള ഒരു മുദ്രാവാക്യം എന്ന രീതിയിലാണ് ഫ്രാൻസിസും ചെറുപ്പത്തിൽ വളർന്നു വന്നത്. ഇങ്ങനെ വളർന്നു വന്ന ഫ്രാൻസിസ് പഠനകാര്യത്തിൽ വളരെ മികവ് പുലർത്തിയിരുന്നു. അന്നത്തെ സമൂഹത്തിൽ വളർന്നു വന്നിരുന്ന ഒരു ചിന്താരീതിയായിരുന്നു ക്ലാസിക്കൽ ഭാഷയുടെ ജ്ഞാനം ബുദ്ധിജീവികളുടെ എണ്ണത്തിൽ പെടുത്താൻ ഉപകരിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ്. അതുകൊണ്ട് ലത്തീൻ ഭാഷ ഫ്രാൻസിസ് ചെറുപ്പത്തിലെ വശമാക്കി ബുദ്ധിജീവികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ വേണ്ടി അത് ഉപകരിക്കുമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലും കൂടി ആയിരിക്കണം ഫ്രാൻസിസ് ചെറുപ്പത്തിൽ തന്നെ ലത്തീൻ നന്നായി പഠിച്ചു. കൂട്ടത്തിൽ സാംസ്കാരിക പൊലിമയുടെ പ്രകാശനമായിട്ട് സമൂഹം അംഗീകരിച്ചിരുന്ന ഭാഷയാണ് ഫ്രഞ്ച് ഭാഷ. ഫ്രഞ്ച് ഭാഷയും ഫ്രാൻസിസ് നന്നായി കരസ്ഥമാക്കി ചെറുപ്പത്തിലെ തന്നെ. ഈ രണ്ട് ഭാഷകളുടെ ജ്ഞാനവും ഫ്രാൻസിസിന് ലഭിച്ചപ്പോ വീട്ടിലെ സാമാന്യം പണവും ഉള്ളത് നിലയ്ക്ക് ചിന്താരീതിയിലെ ഒരു തരം ധൂർത്തും ആർഭാടത്തിന്റെയും ചിന്ത മനസ്സിലും വന്നപ്പോ പെട്ടെന്ന് ഫ്രാൻസിസ് യുവജനങ്ങളുടെ ഒരു ഹരമായി തീർന്നു. ആ നാട്ടിൽ അന്ന് യുവജനങ്ങളുടെ ഒരു ഹീറോ പരിവേഷം പെട്ടെന്ന് ഫ്രാൻസിസിന് ലഭിക്കുകയാണ്. അങ്ങനെ യുവജനങ്ങളുടെ ഇടയിൽ ഹീറോ ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഫ്രാൻസിസിനെ യേശുക്രിസ്തു ഉന്നം വെച്ചിരുന്നു എന്നാണ് ഞാൻ പറയുക. യേശുക്രിസ്തു ഫ്രാൻസിസിന് ഉന്നം വെച്ചിരുന്നു. ഫ്രാൻസിസിന്റെ മനസ്സിൽ സഹജീവികളോടുള്ള അനുകമ്പയും പരിഗണനയും ഒരു വിത്ത് എന്ന രീതിയിൽ യേശുക്രിസ്തു ഒളിച്ചു വച്ചിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. പ്രത്യക്ഷത്തിൽ അത് പ്രകടമാക്കാൻ ഇടവന്നില്ല യുവത്വത്തിൽ ഫ്രാൻസിസിനെ. എന്നാൽ യേശുക്രിസ്തു ഒളിച്ചു വെച്ചിട്ടുള്ള വിത്ത് പൊട്ടി കിളിർത്ത് അത് വളരാൻ ഒരു അവസരം ദൈവം തന്നെ സജ്ജീകരിച്ചു എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. പിതാവിന്റെ വ്യാപാര കേന്ദ്രത്തിൽ പിതാവിന്റെ അസാന്നിധ്യത്തിൽ ഒരു ദിവസം മുതലാളി എന്ന രീതിയിൽ വ്യാപാര കേന്ദ്രത്തിൽ ഫ്രാൻസിസ് ഇരിക്കുകയാണ്, ജോലിയിൽ വ്യാപൃതനായിട്ട്. ആ അവസരത്തിലാണ് ഒരു ഭിക്ഷയ്ക്കായിട്ട് കടയെ സമീപിക്കുന്നത്. അദ്ദേഹം ദേഹമാസകലം വ്രണങ്ങളാൽ നിബിഡമാണ്. കുഷ്ഠരോഗിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ആ ഭിക്ഷു. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഫ്രാൻസിസ് അയാളോട് വെറുപ്പാണ് തോന്നിയത്, കൂട്ടത്തിൽ അറപ്പ്. ഉള്ളിലുണ്ടായിരുന്ന കച്ചവടലാക്കിന്റെ ആ മനുഷ്യൻ ഉടനെ സടകൊട എഴുന്നേറ്റു. ആ വെറുപ്പും ആ അറപ്പും പ്രകടിപ്പിക്കാൻ ഫ്രാൻസിസിന് സമയമധികം വേണ്ടി വന്നില്ല. ഭീഷണിപ്പെടുത്തി ആ യാചകനെ ഓടിച്ചോടുന്നു. ആ യാചകൻ ദുഃഖത്തോടുകൂടി തന്നെ ഭിക്ഷ യാചിക്കുന്നതിനു വേണ്ടി കടന്നുവന്ന യാചകൻ മനസ്സിലെ ദുഃഖവും പേറിക്കൊണ്ട് അവിടം വിട്ടു. പക്ഷേ ഫ്രാൻസിസിന്റെ ഹൃദയം കിടന്ന് പട്ടയ്ക്കാൻ തുടങ്ങി. ഞാൻ ഈ ചെയ്ത് ശരിയായില്ല എന്നൊരു ചിന്ത, വീണ്ടും വിചാരം ഫ്രാൻസിസിന്റെ ഉള്ളിൽ വന്നു. ഇത് ദൈവം ഒളിച്ചു വെച്ചിരുന്ന ആ വിത്ത് പൊട്ടിമുളയ്ക്കാനുള്ളൊരു അവസരമായിരുന്നു. ഫ്രാൻസിസ് ഉടനെ തന്നെ കടയിൽ നിന്ന് ഇറങ്ങുകയാണ്. തിരുമ്മിക്കൂടി നടന്നു ആ ഭിക്ഷുവിനെ കണ്ടെത്തുന്നു. തേടിപ്പിടിച്ച് ആ ഭിക്ഷുവിനെ ആലിംഗനം ചെയ്യുകയാണ് ഫ്രാൻസിസ്. പൊട്ടിക്കരയാണ് ഫ്രാൻസിസ് ആ ഭിക്ഷുവിന്റെ മുമ്പിൽ. സഹോദര, ഞാൻ ചെയ്തത് ശരിയായില്ല, അതുകൊണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭിക്ഷുവിന്റെ മുമ്പിൽ പൊട്ടിക്കരയുന്ന ഫ്രാൻസിസിനെയാണ് നമ്മൾ കാണുക. ഫ്രാൻസിസ് കരുതിയിരുന്നു കടയിൽ നിന്ന് സാമാന്യം ഭേദപ്പെട്ട ഒരു തുക. ആ കരുതിയിരുന്ന ഒരു തുക ആ ഭിക്ഷുവിനെ
ഏൽപ്പിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് കണ്ണുനീർ തുടച്ചുകൊണ്ട് കടയിലേക്ക് അന്ന് തിരിച്ചു വന്നത്. പിതാവ് തിരിച്ചു വന്ന് മകന്റെ ഈ വിക്രിയകൾ പെട്ടെന്ന് മനസ്സിലാക്കി. മകനെ ശകാരിക്കുന്നു, അതിര് കടന്ന വിധത്തിൽ തന്നെ ശകാരിക്കുന്നു. ശകാരിച്ച് ദേഷ്യം അടക്കാൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ശാരീരികമായിട്ട് പോലും മകനെ പിതാവ് മർദ്ദിക്കുന്നു. അവന്റെ ഈ തരം ചെയ്തികളിൽ ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്ത് കണ്ട കുഷ്ഠരോഗിയൊക്കെ കൊടുക്കാനാണോടാ നിന്നെ ഞാൻ ഇടയാക്കിയത് എന്നതായിരിക്കണം പിതാവിന്റെ ആ ശകാരത്തിന്റെ പൊരുള്. ഫ്രാൻസിസ് ശകാരവും മർദ്ദനവും ഏറ്റുവാങ്ങിക്കൊണ്ട് ആഴത്തിലേക്കുള്ള ചിന്തയിലേക്ക് ഉളയുകയാണ് ഫ്രാൻസിസ് വീണ്ടും ചിന്തിക്കുന്നു, ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടോ, അതോ ശരിയാണോ? ഈ ചിന്തയോടുകൂടി തന്നെ ഫ്രാൻസിസ് പതിവനുസരിച്ച് ഒരു ദിവസം യുവജനങ്ങളുടെ ഇടയിൽ ആടാനും പാടാനും ഒക്കെയായി ഒരു ക്ലബിലേക്ക് പോകുകയാണ്. ആ ക്ലബിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഫ്രാൻസിസിന്റെ ഉള്ളിൽ അതിശക്തമായിട്ടുള്ള ഒരു ചിന്ത, യേശുക്രിസ്തു മൂടിവെച്ചിരുന്ന വിത്ത് പൊട്ടി വളരാൻ വേണ്ടി ഒരുക്കുന്ന സജ്ജീകരണങ്ങൾ കണ്ടു. ഫ്രാൻസിസിന്റെ ഉള്ളിൽ അതിശക്തമായിട്ടുള്ളൊരു ചിന്ത, ഫ്രാൻസിസ്, നിനക്ക് യജമാനനെയാണോ സേവിക്കേണ്ടത് അതോ ദാസന്മാരെയാണോ? സ്വാഭാവികമായിട്ട് തന്നെ യാന്ത്രികമായ രീതിയിൽ തന്നെ ഫ്രാൻസിസിന്റെ ഉള്ളിൽ നിന്ന് വന്നു, എനിക്ക് യജമാനനെ സേവിക്കണം. യാന്ത്രികമായിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു ഫ്രാൻസിസിനത്. എങ്കിൽ ഫ്രാൻസിസിന്റെ ഹൃദയത്തിൽ വീണ്ടും ഒരു ചിന്ത മുഴങ്ങുകയാണ്, നിന്റെ യാത്ര മതിയാക്ക്, നീ തിരികെ, നീ മടങ്ങ, ചിന്തിക്ക് മകനെ, യജമാനൻ ആരാണെന്ന് ചിന്തിക്ക്. ഫ്രാൻസിസ് ക്ലബിലേക്കുള്ള യാത്ര അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അവൻ തിരിച്ച് വീട്ടിൽ ചെന്നു. അവൻ ചിന്തിക്കാൻ തുടങ്ങി. അവന്റെ ചിന്തയുടെ ഫലമായിട്ട് അവന് മനസ്സിലാകുന്നു, സകലത്തിന്റെയും ഉടയവനായിട്ടുള്ള ദൈവമാണ് യജമാനൻ. ഈ യജമാനനെ ലോകത്തിലേക്ക് അയച്ച യേശുക്രിസ്തുവാണ് യജമാനൻ. എനിക്ക് യജമാനനെ സേവിക്കണം, ദാസന്മാരെ അല്ല ഞാൻ സേവിക്കാൻ തയ്യാർ. ഫ്രാൻസിസ് ഉള്ളിൽ കരുതുകയാണ്, വിത്ത് പൊട്ടി മുളച്ച് വളരുകയാണ്. ഫ്രാൻസിസ് അപ്പന്റെ ശകാരം ഒരു വഴിക്ക്, മർദ്ദനങ്ങൾ മറ്റൊരു വഴിക്ക്, അതിനൊന്നും ചെവി കൊടുക്കാതെ ഫ്രാൻസിസ് ഉള്ളിൽ ദൈവം കരുതിയിരുന്ന വിത്തിന്റെ പ്രചോദനമനുസരിച്ച് ഫ്രാൻസിസ് വീണ്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടു. പിതാവ് ശകാരിച്ചു നോക്കി, നിയന്ത്രിച്ചു നോക്കി. മകനെ ഒരു തരത്തിലും അതിനെ പിതാവിന്റെ കൂടെ നിർത്താൻ പിതാവിന് സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം. പിതാവ് വലിയ ഈശ്വരഭക്തനൊന്നുമല്ല, എങ്കിലും ഗതിമുട്ടിയിട്ട് എന്ന രീതിയിൽ പറയട്ടെ, പിതാവ് മകന്റെ ഈ തരം പ്രവർത്തനങ്ങള് രൂപതാധ്യക്ഷന്റെ അടുത്തേക്ക് ഒരു പരാതി എന്ന വിധത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. രൂപതാധ്യക്ഷനോട് പറയുന്നു, ദാ എന്റെ മൂത്ത മകന്റെ ചെയ്തികൾ പിതാവേ ഈ തരത്തിലാണ് ചെയ്യുന്നത്, അവനൊരു ദൂർത്തനായിട്ട് നടക്കുന്നു, അവന് ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, പിതാവ് ഒന്ന് വിളിപ്പിച്ച് ഒന്ന് ഉപദേശിക്കണം. പിതാവ് ചിന്തിച്ച് ഫ്രാൻസിസിനെ വിളിപ്പിക്കുന്നു. ഫ്രാൻസിസിനോട് പിതാവ് നിർദ്ദേശിക്കുന്നു. എന്താ നിർദ്ദേശിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അപ്പനെ അനുസരിക്കണമെന്നായിരിക്കണം പിതാവ് നിർദ്ദേശിച്ചു കാണുക. ഫ്രാൻസിസ് മൗനമായിട്ട് എല്ലാം കേട്ടതിന് ശേഷം എല്ലാവിധ ബഹുമാന ആദരവും രൂപതാധ്യക്ഷനെ നേർന്നുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് രൂപതാധ്യക്ഷന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സ്വന്തം പിതാവിന്റെ സാന്നിധ്യത്തിൽ ഫ്രാൻസിസ് അങ്ങോട്ട് പറയുകയാണ്, അപ്പനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, പിതാവേ, പിതാവിന്റെ സ്വത്തിന് ഞാൻ ഈ നിമിഷം മുതൽ അവകാശിയല്ല, എനിക്ക് പിതാവിന്റെ സ്വത്തിൽ ഒരു അവകാശവും വേണ്ട. ഫ്രാൻസിസ് കരുതിയിരുന്ന മുദ്രപത്രം എടുത്തുകൊണ്ട് അതിൽ എഴുതി ഒപ്പിട്ട് പിതാവിനെ ഏൽപ്പിക്കുകയാണ്. പിതാവിന്റെ സ്വത്തിന്റെ അവകാശം ഞാൻ നിഷേധിക്കുന്നു. പിതാവ് അന്തം വിട്ടു നിൽക്കുകയാണ്. പിതാവ് ബുദ്ധിമുട്ടി സമ്പാദിച്ച സ്വത്ത് വ്യയം ചെയ്തുകൊണ്ട് ഞാൻ വാങ്ങി ധരിച്ചിരിക്കുന്ന ആർഭാടമായിട്ടുള്ള വസ്ത്രം, ഈ വസ്ത്രം പിതാവിനെ ഞാൻ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചു പിതാവിന്റെ മുമ്പിൽ രൂപതാധ്യക്ഷന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഫ്രാൻസിസ് ആ പട്ടുവസ്ത്രങ്ങളൊക്കെ ഊരി താൻ കരുതിയിരുന്ന ഒരു രോമക്കുപ്പായം ഫ്രാൻസിസ് എടുത്തണിയുന്നു. ഈ വില കൂടിയ വസ്ത്രങ്ങളൊക്കെ സ്വന്തം പിതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് രൂപതാധ്യക്ഷന്റെ മുന്നിലും സ്വന്തം പിതാവിന്റെ സാന്നിധ്യത്തിലും ദൈവത്തെ നോക്കിക്കൊണ്ട് അങ്ങനെ പറയുകയാണ്, ഇനി എനിക്ക് പൂർണ്ണ അർത്ഥത്തിൽ നിന്നെ എന്റെ പിതാവായിട്ട് വിളിക്കാൻ എനിക്ക് അർഹതയുണ്ട്.
ഇനി ഈ നിമിഷം മുതൽ എന്റെ പിതാവ് സ്വർഗസ്ഥനായ പിതാവാണ്. ഇത് അനുസ്മരിപ്പിക്കാനും വേണ്ടി കൂടി ആയിരിക്കില്ലേ ഇന്നത്തെ സുവിശേഷം. യേശുക്രിസ്തു ഇതേ രീതിയിൽ ഫ്രാൻസിസ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 12-ാം നൂറ്റാണ്ടിൽ വിളംബരം ചെയ്ത രീതിയിൽ യേശുക്രിസ്തു അന്ന് വിളംബരം ചെയ്താണ് ഇന്നത്തെ സുവിശേഷം ആയിട്ട് നമ്മൾ വായിച്ചത്. സ്വർഗസ്ഥനായ പിതാവിന്റെ മുന്നിൽ നോക്കിക്കൊണ്ട് ഈ ജ്ഞാനമെല്ലാം ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ നിന്റെ ജ്ഞാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു, വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. ഫ്രാൻസിസ് അങ്ങനെ ഒരു വലിയ വിപ്ലവത്തിന് രൂപം കൊടുക്കുകയാണ്. ആ വിപ്ലവത്തിന്റെ നാന്ദി അവിടെ വെച്ചാണ് കുറിക്കുന്നത്. ഫ്രാൻസിസ് ഇറങ്ങി അരമനയിൽ നിന്ന് തെരുവിലേക്ക് ആ യജമാനായിട്ട് കണ്ടെത്തിയ യേശുക്രിസ്തുവിനെ പരിപൂർണ അർത്ഥത്തിൽ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള വലിയ ദൗത്യത്തോടുകൂടി ഫ്രാൻസിസ് തെരുവിലിറങ്ങുന്നു. റാഡിക്കൽ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയും ഞാൻ. കലർപ്പില്ലാത്ത ശിഷ്യത്വം. യേശുക്രിസ്തു എങ്ങനെ ലോകത്തിൽ അവതരിച്ചോ അതേ രീതിയിൽ ഈ നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം എനിക്ക് എന്ന ചിന്തയോടുകൂടെ തെരുവിലിറങ്ങുന്ന ഫ്രാൻസിസ്. അടവ് നയങ്ങളൊന്നും ഫ്രാൻസിസിനില്ല. കലർപ്പില്ലാത്ത വിശ്വാസത്തിന്റെ തീവ്രത കനലാണ് ഫ്രാൻസിസിന്റെ കരളിൽ. ആ കനൽ എരിയാണ്. പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും അതിനെ എതിർക്കാൻ സാധിക്കാത്ത കനൽ ആളിക്കത്തുകയാണ്. കത്തിയ കനലിന്റെ ആവേശത്താൽ ആ നാട്ടിലെ യുവജനങ്ങള് ഒന്നിച്ചുകൂടുന്നു ഫ്രാൻസിസിന്റെ കൂടെ. ഇതാ പോകുന്നൊരു ആദൃശ്യവാദി, ഇതാ പോകുന്നൊരു വിപ്ലവകാരി എന്ന രീതിയിലാണ് ആ നാട്ടിലെ യുവജനങ്ങൾ കലർപ്പില്ലാത്ത ആ തത്വശാസ്ത്രം ഉൾക്കൊള്ളുന്ന ആ യുവാവിന്റെ പുറകെ കൂടിയത്. അതൊരു സംഘമായി, അതൊരു കൂട്ടായ്മയായി. ആ കൂട്ടായ്മയാണ് മക്കളെ പിന്നീട് അറിയപ്പെട്ട ഫ്രാൻസിസ്കൻ സന്യാസ സഭയായിട്ട് രൂപപ്പെട്ടത്. ഫ്രാൻസിസ് അതിന് നേതൃത്വം കൊടുത്തു. ആ ഫ്രാൻസിസ് തുടങ്ങിവെച്ച വലിയൊരു വിപ്ലവം. യേശുക്രിസ്തുവിനെ തനതായ രീതിയിൽ അവതരിപ്പിക്കണം. ലാളിത്യത്തിൽ ഊന്നിയുള്ള ദാരിദ്ര്യത്തിൽ കൂടെ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കണം. കലർപ്പില്ലാത്ത സമർപ്പണത്തിൽ കൂടെ, വിധേയത്വമാകുന്ന അനുസരണത്തിൽ കൂടെ യേശുവിനെ അവതരിപ്പിക്കണം. കലർപ്പില്ലാത്ത, ജാടകളില്ലാത്ത സഹനത്തിൽ കൂടെ, ജാടകളില്ലാത്ത ത്യാഗത്തിൽ കൂടെ യേശുക്രിസ്തുവിനെ ജനതാമധ്യത്തിൽ അവതരിപ്പിക്കണം. ബ്രഹ്മചര്യത്വ വ്രതത്തിൽ കൂടെ, ജാടകളുടെ അകമ്പടിയില്ലാത്ത അനുകമ്പയാകുന്ന സ്നേഹത്തിൽ കൂടെ പ്രകൃതിയെ സ്നേഹിക്കണം. ഫ്രാൻസിസിന്റെ ആദൃശ്യമതമായിരുന്നു. ആ ആദൃശ്യം ജീവിതത്തിൽ 100% വിജയപ്രദമായിട്ട് പുലർത്താൻ ഇടവന്നവനാണ് ഫ്രാൻസിസ്. ആ ഇടവന്ന ഫ്രാൻസിസ് ലോകത്തിന്റെ ചിന്താരീതിയെ തന്നെ മാറ്റാൻ ഇടവരുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിലും കൂടിയല്ലേ ഇന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന വലിയ നിരീശ്വരവാദിയായിട്ട് അറിയപ്പെട്ടിരുന്ന ജോസഫ് സ്റ്റാലിൻ. അദ്ദേഹം നിരീശ്വരവാദിയും ഏകാധിപതിയുമായിരുന്നു. ചരിത്രത്തിൽ അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഉദീരണം ചെയ്യാനും വിളിച്ചു പറയാനിടയാക്കിയ സത്യം എന്താണ് നമ്മളെ ധരിപ്പിക്കണത്? അദ്ദേഹം അന്ന് ചെറുപ്പത്തിൽ വിചാരിച്ചു അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രമാണ് ലോകത്തെ മാറ്റാൻ ഉതകുക എന്ന് വിചാരിച്ചു ജോസഫ് സ്റ്റാലിൻ. പക്ഷെ മരണക്കിടക്കിൽ കിടന്നുകൊണ്ട് ജോസഫ് സ്റ്റാലിൻ വിളിച്ചു പറയാൻ ഇടവരികയാണ്, ഫ്രാൻസിസ് അസീസിയെ പോലെ ഏതാനും യുവജനങ്ങള് എന്റെ പക്ഷമുണ്ടായിരുന്നുവെങ്കിൽ ലോകത്തെ എന്റെ ഗതി മാറ്റാൻ എനിക്ക് സാധിക്കുമായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ജോസഫ് സ്റ്റാലിൻ മരിക്കാനിടവന്ന് എന്ന് ഞാൻ വായിക്കാനിടവന്നത് ഓർക്കുന്നു. ലോകത്തിന്റെ ചിന്താരീതിയെ മാറ്റാൻ ഇടവന്ന ഒരു യുവ വിപ്ലവകാരി. ഇന്നേ വരെയുള്ള ലോക ചരിത്രത്തിൽ യേശുവിന്റെ ചിന്താഗതികളെ ഇത്രയും സമഗ്രമായ വിധത്തിൽ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ അസീസിയിലെ ഫ്രാൻസിസിനെ പോലെ മറ്റാർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് രണ്ടാമത്തെ ക്രിസ്തു എന്ന രീതിയിലാണ് പരക്കെ അറിയപ്പെടുന്നത്. ലോകത്തിന്റെ തന്നെ രക്ഷകനായ യേശുക്രിസ്തു കാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ടാണ് അന്ത്യയാത്ര പറഞ്ഞത് എന്ന് വരികിൽ, രണ്ടാമത്തെ ക്രിസ്തുവായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ദാരിദ്ര്യത്തിന്റെ യാതനയിൽ വെറും നിലത്ത് തറയിൽ കിടന്നുകൊണ്ട് സംതൃപ്തിയോടുകൂടെ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് മനസ്സിൽ നിന്ന് ഉദീരണം ചെയ്തുകൊണ്ടാണ് നമ്മോട് യാത്ര പറഞ്ഞത് എന്നും നാം സ്മരിക്കേണ്ടതുണ്ട്. ഉള്ളിന്റെ ബോധ്യങ്ങളിൽ നിന്ന് ഉത്തമ ബോധ്യങ്ങള്
ബോധപൂർവം ജീവിക്കാൻ, അത് ജീവിച്ച് വളരാൻ, അത് വളർന്ന് പൂർത്തിയാക്കാൻ ഇടവരുത്തിയ ഫ്രാൻസിസാണ്. അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ഉത്തമ ബോധ്യങ്ങൾക്കനുസരിച്ച് ബോധപൂർവം ജീവിക്കാനുള്ള കൃപാവരത്തിനായിട്ട് നമുക്ക് യാചിക്കാം മക്കളെ. അതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന. എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു.